ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. സത്യത്തിൽ ഇത് പറയാൻ പോലും എനിക്ക് പറ്റുന്ന അവസ്ഥയല്ല ഉള്ളത്. ഭയങ്കര ത്രോട്ടിന് ഭയങ്കര ഇൻഫെക്ഷനാണ്, ഭയങ്കര സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, ചുമയാണ് എപ്പോഴും. അതേപോലെ ഇടയ്ക്ക് നെഞ്ച് പറയുന്ന തുമ്മൽ അതിനിടയ്ക്കൂടെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാളെ എല്ലാവരോടും വിളിക്കാൻ പറഞ്ഞിട്ടുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ആ ദിവസം ഒന്ന് മാറ്റാം. എനിക്കൊന്ന് ഒരുവിധം ഒന്ന് ഭേദമാകുന്നത് വരെ ഞാൻ വീഡിയോസ് ചിലപ്പോൾ 1-2 ദിവസങ്ങളിലേക്ക് ഇടാൻ വഴിയില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ ഇരുന്ന് ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അത്രയ്ക്കും ടയർഡാണ്. പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകേണ്ടത് കൊണ്ട് അതിനൊക്കെ ഇറങ്ങും വേണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടങ്ങിയിരിക്കേണ്ടതാണ്. ഇത് വൈറൽ ഫീവറാണ്. കാരണം വൈഫിനും കൊച്ചിനും വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ എനിക്ക് പിടിച്ചു. ഞാൻ മിനിങ്ങാന്ന് തന്നെ ഡോക്ടറെ പോയി കണ്ടു. പക്ഷെ മരുന്ന് കഴിച്ചു, കുറവില്ല. നല്ല പിടുത്തമാണ് പിടിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ത്രോട്ടിന് ഭയങ്കര പ്രശ്നമാണ്, ചുമയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കോള് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ജോബ് വേക്കൻസികൾ കുറച്ച് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. നിങ്ങളുടെ കമൻറ്റിലൊക്കെ റിപ്ലൈ തരാൻ പറ്റാത്ത ഞാൻ വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് മൊബൈൽ ഫോൺ നോക്കുന്നില്ല. വന്നു കഴിഞ്ഞാന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെയും ഇന്നും കുറച്ച് തിരക്കായിരുന്നു. മിനിങ്ങാന്ന് മരുന്ന് മേടിച്ചു ഒന്ന് എഴുന്നേക്കാനായപ്പോഴത്തേക്കും വേഗം തന്നെ ഞാൻ എന്ത് ചെയ്തു, 1-2 കാര്യങ്ങൾ അർജൻറ്റായിട്ട് തീർക്കാനുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വഴിക്ക് വേണ്ടി ഇറങ്ങി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മരുന്നിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പനി വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലാണ് പനിയുള്ളൂ. പക്ഷേ ഈ ചുമയും ത്രോട്ട് ഇൻഫെക്ഷനും അതേപോലെ തുമ്മലും മാറുന്നില്ല. ജലദോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്കിങ്ങനെ ജലദോഷം മൂക്കിൽ നിന്നൊന്നും ഒലിക്കുന്നതിൽ കഫം അങ്ങനെ വരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വൈറൽ ഫീവർ ആയതുകൊണ്ട് തന്നെ വരണ്ട രീതിയിലുള്ള ചുമയാണ്. അതുകൊണ്ട് ഭയങ്കര നെഞ്ച് പൊളിയുന്ന വേദന, തുമ്മൽ വരുമ്പോഴാണെങ്കിലും ചുമയ്ക്കുമ്പോഴാണെങ്കിലും ഒക്കെ വരികയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് എല്ലാവരും ചിലപ്പോൾ നാളെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞിട്ട് മൊബൈൽ എടുത്തത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്, വിഷമിക്കരുത്. അതായത് കമൻറ്റുകളൊന്നും കാണുന്നില്ലോ എന്ന് വിചാരിക്കരുത്. കമൻറ്റുകൾ കാണാനായിട്ടല്ല ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ്. കാരണം ഓരോ കമൻറ്റും വായിച്ച് ഞാനതിന് അടിയിൽ ടൈപ്പ് ചെയ്യണ്ടേ, അതിന് കഴിയുന്നില്ല, തലവേദന എടുക്കും അപ്പോഴത്തേക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാണ്. പിന്നെ അടുത്തൊരു മാസം കൂടി ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവും. അപ്പം മരിച്ചിട്ട് 2 വർഷം തികയാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ആണ്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളിക്കാനുള്ള ദിവസം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആരും ഇരിക്കണ്ട. നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം പറ്റുന്നിടത്തോളം ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സമയങ്ങൾ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറെ 1-2 കാര്യങ്ങളുണ്ട്. 1-2 പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം ഫ്ലോപ്പായി. ഇനി അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം പെൻഡിങ്ങാണ്. ഞാനെല്ലാം ഒറ്റയടിക്ക് വീഡിയോയിൽ പറയുന്നുണ്ടെന്നുള്ളൂ. കാരണം നമ്മൾക്ക് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്നവർക്കൊക്കെ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ വയ്യ. അതാണ് സത്യം. കാരണം നമ്മൾ ഈ വോയിസ് വിട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഈ ചുമ വരികയും ഭയങ്കര ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ചില നേരത്തൊക്കെ ഭയങ്കര ചുമയാണ്. അപ്പോൾ നമുക്ക് പിന്നെ അതിന് റിപ്ലൈ കൊടുക്കാൻ തോന്നൂല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണമാണ് സത്യത്തിൽ ഞാൻ ഇന്നലെ വീഡിയോ ഇടാണ്ടിരുന്നത്. ചിലപ്പോൾ ഇനി നാളെ ഇടാൻ പറ്റിക്കോണമെന്നില്ല. ഇനി മുതൽ നാളെ ഒന്നും ഒരു പരിപാടിയില്ല, ഫുൾ റെസ്റ്റാണ്. ഇപ്പോൾ പോയി ഡോക്ടറെ വായിലിരിക്കുന്നതോട് കേട്ടിട്ട് സമാധാനത്തോടെ വന്ന് കിടക്കണം അതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും തോന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരുപാട് ഈ വൈറൽ ഫീവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനും തോന്നില്ല, ഭക്ഷണം കഴിക്കാനും തോന്നില്ല. ഭക്ഷണം കഴിക്കണം വലിയ താല്പര്യം ഉണ്ടായിട്ട് അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ വെള്ളം കുടിക്കാൻ തോന്നില്ല നമുക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ വായൊക്കെ ഉണങ്ങിയിരുന്നാൽ നമുക്ക് വെള്ളമേ, അതായത് ദാഹം തോന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മരുന്ന്, നല്ല ഹെവി ഡോസ് മരുന്ന് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോഴേക്കും മനുഷ്യൻ തളർന്ന് ആകതാവും. പക്ഷെ പനി നമുക്ക് വിടുകയും ചെയ്യും. അതിൻ്റെ ഒരു ദമ്മിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇതേപോലെ വരുന്നത്. എന്തായാലും ഞാൻ ഇന്ന് പോയി ഡോക്ടറെ പോയി കാണട്ടെ. ഇപ്പോൾ രാത്രിക്ക് ഉണ്ട് ഡോക്ടർ. പുള്ളിക്കാരി ഒരു ഗവൺമെൻറ് ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പ്രൈവറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കാണും. അപ്പോൾ നല്ല ഡോക്ടറാണ്, ഇപ്പോൾ നമുക്കറിയുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരി പോയി കണ്ടിട്ട് മരുന്ന് മേടിച്ച് തിരിച്ചു വന്ന് ഇനി ഫുൾ റെസ്റ്റാണ്. എന്നാണോ അസുഖം മാറുന്നത് അന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ എനിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന അന്ന് നമുക്ക് എല്ലാവർക്കും കാണാം. ആരും ടെൻഷൻ അടിക്കേണ്ട.
ഉറപ്പായിട്ടും നമ്മൾ കോൾ ചെയ്യാനും അതേപോലെ തന്നെ CV അയക്കാനും എല്ലാ കാര്യങ്ങളും സെറ്റപ്പാക്കും. അപ്പോൾ അതുകൊണ്ട് ആരും ഒരു കാരണത്താലും ടെൻഷൻ അടിക്കരുത്. കമൻറ്റ് ഇട്ട ആളുകൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കമൻറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് അസുഖം മാറുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അതേപോലെ തന്നെ പനിയൊന്നും പിടിപ്പിക്കാണ്ട് എല്ലാവരും നോക്കുക. കാരണം ഈ വൈറൽ ഫീവർ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റുകളൊക്കെ ഫുള്ള് പെയിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് പിടിക്കും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പിടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് പിന്നെ എനിക്കാ വന്നിട്ടുള്ളൂ. എനിക്കാണ് ആദ്യം വന്നിരുന്നെങ്കിൽ അവർക്ക് പിടിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളതൊക്കെ അവരുടെയൊക്കെ ഒരുവിധമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നിൽ നിന്ന് ഇനി പകരാണ്ടിരുന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടെന്നറിയാം. അതായത് നമ്മുടെ വിശേഷങ്ങൾ കേൾക്കാനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അതേപോലെ ജോബ് വേക്കൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് ജോബ് വേക്കൻസി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചേക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്ന കൂടുതലും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് അമ്മമാരാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നെ വന്ന് ഏറ്റവും കൂടുതൽ കണ്ടത് അമ്മമാരാണ്. അവർക്കൊക്കെ എല്ലാവരോടും നല്ല സ്നേഹം തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ബെറ്റർ ആയതിനു ശേഷം നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്നെ വരും. പിന്നെ കാലാവസ്ഥ മാറുന്നതിൻ്റെയൊക്കെ ഭാഗമാണിത്. ഇവിടെയൊക്കെ പെരും മഴയാണ്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പെരുമഴ, ഉച്ചയ്ക്ക് ഒടുക്കത്തെ വെയിലും, രാവിലെ ചെറിയ കോടയും തണുപ്പും, ഇതൊക്കെയാണ് പ്രശ്നം. അതൊക്കെ ആകെ ഒരു 3 ഘട്ട കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളിൽ എല്ലാവരും വാട്സപ്പ് വഴി CV അയച്ചു കൊടുക്കുക. മെയിൽ ID ആണ് കൊടുത്തേക്ക്, മെയിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആ കൊടുത്തിട്ട് നമ്പറിൽ ആരെയും വാട്സപ്പ് കോൾ ആളുകൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. പണം ചോദിക്കുന്ന ജോലികൾക്ക് പണം അയച്ചു കൊടുത്ത് പോകാണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം അല്ലേ. അപ്പോൾ ശരി കേട്ടോ. ശരി, നമുക്ക് വീണ്ടും കാണാം.